പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സജോ ദേവസി ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ വീട്ടിൽ തുടരുന്നുണ്ട്. അവിടെ നിന്നുള്ള പ്രതികരണങ്ങളുണ്ട്. സജോ, നമുക്കൊരിക്കലും മറക്കാൻ കിട്ടില്ല. മാത്രമല്ല, ഇതൊരുപാട് മനുഷ്യർക്കുള്ള പാഠം കൂടിയാണ്. 10 മാസം പ്രായമുള്ളൊരു കുഞ്ഞിന് 5 മനുഷ്യരിൽ ജീവിക്കാമെങ്കിൽ നമ്മളുടെ ജീവിതം കൊണ്ട് എത്രമേൽ മനുഷ്യരെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ്. ആ കുടുംബത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നിരവധി പ്രേക്ഷകരാണ് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ആ കുഞ്ഞിന് വേണ്ടി, ആ കുഞ്ഞിൻ്റെ കുടുംബത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഒരുപാട് കുഞ്ഞുങ്ങൾ, ആലിൻ, പ്രിയപ്പെട്ട അരുൺ സാർ നമ്മുടെ പൊന്നോമന ആലിൻ്റെ വീട് സന്ദർശിച്ച് റിപ്പോർട്ടർ TVയുടെ പ്രേക്ഷകരുടെ സാന്ത്വന വാക്കുകൾ പറയണം എന്ന് രാജാസ് കിച്ചൻ പറയുന്നു. ഞങ്ങളുടെ പ്രതിനിധി സജോ ദേവസി രാവിലെ തന്നെ അവിടെ പോയിട്ടുണ്ട്. സജോ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരുടെയും സ്നേഹവും നന്ദിയും ഒക്കെ ആ കുടുംബത്തെ അറിയിക്കുക. അരുൺകുമാറെ, ഈ അവയവങ്ങൾ സ്വീകരിച്ച കുട്ടികൾക്ക് ജാതിയും മതവും ഒന്നും നോക്കേണ്ടി വരത്തില്ലല്ലോ അല്ലേ എന്നൊരു പ്രേക്ഷകൻ പറയുന്നു. ജാതിയും മതവും ഒക്കെ ജീവിച്ചിരിക്കുമ്പോൾ ആരോഗ്യമുള്ള മനുഷ്യരുടെ കാര്യമില്ലേ? ആരോഗ്യം പോയാൽ പിന്നെ എന്ത് ജാതി, എന്ത് മതം? തിരിച്ചു വരുമ്പോൾ ആരുടെ പേര് നോക്കാനല്ലേ, ആരുടെ മതം നോക്കാൻ? കുഞ്ഞാലിൻ, അവൻ ഏത് കൂട്ടത്തിലാണെങ്കിലും അവൻ്റെ ശരീരഭാഗങ്ങൾ ജീവിക്കുന്നത് മനുഷ്യർക്കിടയിലാണ് അല്ലേ? വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? അപ്പോൾ സജു ഉണ്ട്. സജോ, അവിടെയുള്ള മുത്തശ്ശൻ്റെ പ്രതികരണം നമ്മൾ കേട്ടു. അവിടെയുള്ള നാട്ടുകാർക്കും ഏറെ സങ്കടകരമായിരിക്കും. കാര്യം, ആ കുഞ്ഞ് ജീവിച്ചു തുടങ്ങുന്നതിന് മുൻപ് തന്നെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് ചെറിയ കാര്യമല്ല. പക്ഷേ കുറച്ചധികം കുഞ്ഞുങ്ങളിൽ അവർ ജീവിക്കുന്നു എന്നുള്ളത് ആ കുടുംബത്തിൽ എക്കാലത്തും അഭിമാനമായിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ആ തീരുമാനത്തിലേക്ക് എത്താൻ കുടുംബം ബുദ്ധിമുട്ടിയില്ല എന്നുള്ളതാണ്. ആരും എതിരു പറയാതെ അങ്ങനൊരു തീരുമാനം അച്ഛനും അമ്മയും അരുണും ഷെറിനും ചേർന്ന് എടുക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ്. എല്ലാ വീടുകളിലും അങ്ങനെ ആകണമെന്നില്ല. സജു. ഡോക്ടർ അരുൺ, ഉറപ്പായും, അതായത് ഇതിൽ നമ്മൾ എത്ര ചരിത്രങ്ങളാണ് പിറക്കുന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് സ്വീകരിക്കുന്ന ആളും, അല്ലെങ്കിൽ അതിലും പ്രായം കുറഞ്ഞ ഒരു കുരുന്നിന് അവയവം സ്വീകരിക്കുന്നതടക്കമുള്ള എത്ര ചരിത്രങ്ങളാണ് ഒരേ സമയം പിറവി കൊള്ളുന്നത്. അതിൻ്റെ ഇടയിൽ ഈ തീരുമാനം വളരെ പെട്ടെന്ന് എടുക്കാൻ കഴിയുക എന്നത് അത്ര വേഗത്തിൽ ഇത് സാധ്യമാകുന്ന ഒന്നല്ല. അപ്പോൾ നമ്മുടെ നാട് എത്ര മുന്നോട്ട് പോയി, എത്ര കരുണയെ പങ്കുവയ്ക്കാനുള്ള താല്പര്യം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ആ കരുണയുടെ ഉറവ് പറ്റാത്ത ഇത്തരം ഇടങ്ങൾ ആണ് യഥാർത്ഥത്തിൽ നമ്മെ മുന്നോട്ട് നയിക്കുന്നതല്ല. ഇത് ആലിൻ്റെ പുഞ്ചിരിയും കളിച്ചിരികളും ഒക്കെ നിറഞ്ഞ സിറ്റ് ഔട്ടും ഈ വീടും ഒക്കെയാണ് ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു. ഇവിടുത്തെ എത്രത്തോളം അത് ശൂന്യമാക്കുന്നുണ്ട് ഈ വീടിനെ എന്നത് വലിയ ഹൃദയവേദയാണ്. ഉറപ്പായും അവരെ സംബന്ധിച്ചിടത്തോളം എത്ര വേദനയുണ്ട്. പക്ഷേ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഇങ്ങനെ ഒരു കാര്യം അവർ വളരെ പെട്ടെന്ന് തന്നെ പറയുന്നു, സമ്മതിക്കുന്നു, അത് പങ്കുവയ്ക്കുന്നു. അപ്പോൾ നമുക്ക് ആ വേദനയ്ക്കും സങ്കടത്തിനും ഇടയിൽ ആ ജീവനെ പകുത്തു കൊടുക്കുക, തങ്ങളുടെ കരളിൻ്റെ കഷ്ണത്തെ ഇങ്ങനെ വളരെ വേഗത്തിൽ തീരുമാനമെടുത്ത് കൊടുക്കുക, അതിനുവേണ്ടിയുള്ളൊരു കാത്തിരിപ്പ് പോലും ഉണ്ട് എന്നതാണ്. അതായത് ഇതിനുവേണ്ടി വിട്ടുകൊടുക്കണം, എന്നിട്ട് കാത്തിരിക്കണം. അപ്പോൾ എത്രമാത്രം അതിൽ അവർ മാനസികമായി അതിന് മനസാന്നിധ്യത്തോടു കൂടി ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയുക എന്നത് കൂടിയുണ്ട്. ഇവിടുത്തെ പല ആളുകളും, അതായത് ഞാൻ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ഇവിടുത്തെ ചാക്കോച്ചേട്ടൻ ഇവിടെ സമീപത്ത് തന്നെയുള്ള ഒരാളാണ്. അദ്ദേഹം എന്നോട് ഈ കഥകളൊക്കെ പറയുകയായിരുന്നു. എന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതും ചാക്കോച്ചേട്ടൻ, അദ്ദേഹം പുള്ളിക്കാരൻ തന്നെയാണ്. അവരും ഒക്കെ ഇതിനെക്കുറിച്ച് ആവർത്തിച്ച് പറയുകയായിരുന്നു അല്ലേ ചാക്കോച്ചേട്ടൻ? ഒരു വലിയ വേദനയും ദുഃഖവും നമുക്കുണ്ട്. പക്ഷെ അപ്പോഴും ഒരു വേദനയും ദുഃഖവും കടിച്ചമർത്തിക്കൊണ്ടാണ് ഇപ്പോഴും എൻ്റെ മനസ്സും എൻ്റെ ശരീരവും ഉൾക്കൊള്ളുന്നത്. ഈ ഒരു മഹാദാനം ലോകത്തിന് തന്നെ മാതൃകയായിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും സജോ, നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു. പ്രതികരണം എടുത്തോളൂ. നമുക്ക് എന്താ പറയുക, ഈ കുടുംബത്തെ അറിയിക്കാൻ ഒരുപാട് മെസ്സേജുകളുണ്ട്. ഈ പ്രണയദിനത്തിൽ ഈ കുഞ്ഞു മാലാഖയുടേക്കാൾ പ്രണയം മറ്റാരോടാണുള്ളത് എന്നൊരു പ്രേക്ഷകൻ ചോദിക്കുന്നു. സലാം. ആ പ്രതികരണം ഒന്നുകൂടി നമുക്ക് കേൾക്കാം. ചാക്കോച്ചൻ്റെ ഡോക്ടർ, ഇവിടെ അദ്ദേഹം സംസാരിച്ച് നമ്മളോട് ഇവിടെയുള്ള മറ്റാളുകൾ കൂടി ചേരുന്നുണ്ട്. അവരോടും കൂടി നമുക്ക് സംസാരിക്കാം. നമുക്കൊരു വലിയ ദുഃഖമാണ്, ഉറപ്പായും വലിയ വേദനയാണ്. പക്ഷെ അപ്പോഴും നമുക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാനും അല്ലെ, 5ഓളം കുരുന്നുകളുടെ ജീവിതത്തിലേക്ക് ഭയങ്കര കപ്പാസിറ്റി ആ മോന്, അവിടെ ഭാവൻ ഞങ്ങൾ വിളിക്കുന്നത്, അവന് ഭയങ്കര കപ്പാസിറ്റി. അതുകൊണ്ട് ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ നമ്മളെ അവരെ കൊണ്ട് പറ്റത്തില്ല. അവന് ആ സമയത്ത് അവനുണ്ടായത് അത് വലിയ ഇത്, അവന് ഇത്ര വലിയ ഇതുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അതോ മരണത്തിൻ്റെ എന്തുകൊണ്ടോ കുഞ്ഞ് ജീവിക്കത്തം കൊണ്ടായിരിക്കും. ജീവൻ പകർത്തു കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പറയുന്നത് ഇതിലും വലിയ തെളിവ് വേറെ കാണാൻ. കുഞ്ഞ് ജീവിച്ചു നടക്കട്ടെ എന്നുള്ള രീതിയിൽ കണ്ണായാലും കരളായാലും എല്ലാം മേടിക്കാൻ ആൾക്കാർ നിൽക്കുന്നത് ഓർക്കുമ്പോൾ അതും കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. ഇത്രയും നമുക്ക് വേറെ
നമുക്ക് വേർപാടും വലിയ ദുഃഖമാണ്. കാരണം അത് പക്ഷെ വിധിയെ നമുക്ക് ഇനിയിപ്പം അത് നമുക്ക് അതാണ് ആ ചേട്ടനടക്കം അങ്ങനെ വൈകാരികമായി പോകുന്നൊരു സന്ദർഭമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട ഒരു സഹോദരനെ പോലെയുള്ള ആളാണ് അരുൺ. അതായത് നമ്മുടെ ആളിന്റെ പിതാവിനെയും മാതാവിനെയും ഒക്കെ കണ്ണീരിനിടയിൽ ഒരു പുഞ്ചിരി ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് വളരെ അപൂർവമായി മാത്രം കാണുന്ന ഒരു സംഭവമാണ്. ഈ നിമിഷത്തിൽ നമുക്കത് ഉണ്ടാവുന്നു എന്നുള്ളതാണ്.